പകൽക്കാലം നമ്മൾ ദൈവപാദപീഠത്തോട് അടുത്ത് വരുമ്പോൾ ദൈവമക്കളെ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രകാരം ഒരു അവസരം കൂടെ ദൈവമക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അറിയിപ്പാൻ എന്നെ പ്രാപ്തനാക്കി എൻ്റെ കർത്താവിന് സർവ്വമഹത്വവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങളെപ്പോലുള്ള സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ നൽകി നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷക്തി നമ്മുടെ മധ്യേ ഉള്ളത് സ്തോത്രം. അതൊരു വലിയ അനുഗ്രഹമാണ്. അതൊരു പ്രിവിലേജായി നാം കണ്ടെടുത്തുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് സ്തോത്രം അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ എനിക്കൊത്തിരി സന്തോഷം തോന്നി. പ്രിയ മേൽവിന് ബുധനാഴ്ച അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം, എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെക്കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. കഴുതയെക്കൊണ്ട് പ്രവാചകനോട് സംസാരിച്ച് ബുദ്ധി കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ എന്തായാലും നമ്മളാരും ഞാൻ പറഞ്ഞ ആളല്ലല്ലോ, ഞാൻ നിങ്ങളെ അങ്ങനെ വിളിച്ചെന്ന് ആരും പറയരുത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. സ്തോത്രം. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റഡ് വേർഡ്സ് ഈ ദിവസങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. സ്തോത്രം. ഹാലദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സാക്ഷ്യം പിന്നാലെ ഓർപ്പിക്കും. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ തിരുമേശ, കർത്താവിൻ്റെ തിരുമേശ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. കർത്താവിൻ്റെ അഭിഷക്തനെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ പ്രൈസ് ലോർഡ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ്, പ്രൈസ് ലോർഡ് സ്തോത്രം, ഒരേ പരിശുദ്ധാത്മാവ് ഫിലഡൽഫിയയിലും ന്യൂജേഴ്സിയിലും കഴിഞ്ഞ ദിനങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നത് എന്ന് ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മോനെ വാക്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ അല്പം കൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജിൽ കൈവയ്ക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ, എല്ലാവരും വേദഭാഗം എടുക്കണേ, ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും. 1 Corinthians chapter 1 verse 18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസ്ഥാനിൽ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായി നന്ദി. ഇത് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനമാണ്. അടിയനിത് എൻ്റെ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുവാൻ അശക്തനാണ്, ബലഹീനനാണ്. ഈ വചനം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അടിയനോട് സംസാരിക്കണമേ. കടന്നു വന്ന എൻ്റെ ജനത്തോട് കർത്താവ് സംസാരിക്കണം. ഓൺലൈനായി ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം അങ്ങ് തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ അവരോട് ഹൃദ്യമായി ഇടപെടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുപ്പച്ചൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ. വചനം ദൈവശക്തിയായി വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവശക്തിയായി വെളിപ്പെടുന്നു. ഈ ഭൂമിയിലുള്ള സകല ശക്തികളും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള സകല ആയുധങ്ങളും, ലോകരാജ്യങ്ങളുടെ ആയുധപുരകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സകല ആയുധങ്ങളും അവരുടെ സർവശക്തിയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം അതിന്മേൽ കൽപ്പിച്ചാൽ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അത് മുഴുവൻ നാമാവിശേഷമായി തീരും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, ആ വചനത്താൽ ഉളവാകുന്ന ശക്തിക്ക് പറയുന്ന പേരാ ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ഇത് ഹോഴ്സ് പവർ അല്ല. ഇന്ന് ഈ ഭൂമിയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏത് ഉപകരണങ്ങൾ വെച്ച് നോക്കിയാലും മെഷർ ചെയ്യുവാൻ കഴിയാത്ത ഒരമാനുഷികമായ ശക്തി, അതിൻ്റെ കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത് സർവത്തിൻ്റെയും ഉടയവനായ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ, സർവത്തെയും ഉളവാക്കി ഇന്നും അവൻ്റെ വാക്കിനാൽ നിലനിർത്തിയിരിക്കുന്ന സർവശക്തന്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം.
അങ്ങനെയെങ്കിൽ ഈ വചനമാ നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്നത്. ഏതു വിഷയത്തിനാ നിനക്ക് മറുപടി വേണ്ടത്, ഏത് വിഷയത്തോടാ പ്രൈസലോ നിനക്ക് കൽപ്പിക്കേണ്ടത്, നിന്റെ കരങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ പേരാ ദൈവത്തിന്റെ വചനം. അതിന്റെ ശക്തിയുടെ പേരാ ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ഏതു പ്രതിസന്ധിയെയും ഓവർകം ചെയ്യുവാനുള്ളത് ദൈവം നമ്മളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിനങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിനം മുതൽ നാം കേട്ടു, നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി, വചനത്തിന്റെ അളവറ്റ ശക്തി, the immeasurable praise of the power of the word. ഇത് വെച്ചോണ്ടാ നമ്മൾ ഏങ്ങിയും മോങ്ങിയും താങ്ങിയും ഒക്കെ നടക്കുന്നേ. സ്തോത്രം, സ്തോത്രം. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനൊക്കത്തില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ആയുധപ്പുരയിൽ നിന്ന് ഒരായുധം പുറത്തെടുക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചു പല നാൾ കാത്തിരുന്നു. ഒടുവിലത് പുറത്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിനെ ഒരു ബങ്കറൊക്കെ തകർക്കാനുള്ള ശക്തിയേ ഉള്ളൂ. സ്തോത്രം. അതിനൊരു ബങ്കറൊക്കെ തകർക്കാനുള്ള ശക്തിയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ശക്തിയാ പ്രൈസ് ദൈവത്തിൻ്റെ വചനം. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തിയാ. എന്നാൽ ഇന്ന് മനുഷ്യൻ അതെടുത്തിട്ട്, ആ വചനത്തെ മനുഷ്യനെടുത്തിട്ട് അവരുടെ ശക്തിയും ജ്ഞാനവും കൂടെ ഇതിലൊന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാ ഇന്ന് ഒന്നും സംഭവിക്കാതെ. വചനത്തെ എടുത്തിട്ട് അതിൽ നമ്മുടെ കഴിവും കൂടെ ഇതിനകത്തിൽ ഇഞ്ചക്ട് ചെയ്യും. നമ്മൾ ചിക്കനൊക്കെ എടുത്ത് പ്രൈസ് ദി ലോർഡ് സ്തോത്രം മസാലയൊക്കെ ഇഞ്ചക്ട് ചെയ്ത് ഫ്ലേവർ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഫ്ലേവറും ഇല്ലാത്ത ടർക്കി പ്രൈസ് ദി ലോർഡ് സ്തോത്രം നമ്മൾ ഇവിടെ എടുത്ത് വെക്കുമ്പം നല്ല ഫ്ലേവറാണ്. കാരണം എന്താ? ഇതിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ യാതൊന്നും ഇഞ്ചക്ട് ചെയ്യേണ്ട ഈ ദൈവത്തിൻ്റെ വചനം. കാരണം ഇതിൻ്റെ പിന്നിലുള്ള ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേദഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൻ്റെ വചനം, ക്രൂശ് തന്നെ പ്രൈസ് ദി ലോർഡ് ഒരു നിന്ദയുടെ, ക്രൂരതയുടെ പര്യായമായി നിൽക്കുന്നു. ഇതിൻ്റെ ആത്മീയ അർത്ഥം മാത്രമേ നിങ്ങൾ എടുക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ദുർവ്യാഖ്യാനം ഒന്നും വരുത്തരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിമിനലുകൾക്ക് മാത്രം, ഏറ്റവും ദുഷ്ടന്മാരവരെ മാത്രം കൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് ക്രൂശ്. ആ ക്രൂശിൻ്റെ വചനം ഹേതുവായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷ കൊടുക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ജ്ഞാനികൾ പറയും കഴിയത്തില്ല. ലോകത്തിലെ ജ്ഞാനികൾ പറയും ഈ ക്രൂശാണോ ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്? ഈ ക്രൂശിന്റെ വചനമാണോ ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്? കാരണം ഈ ക്രൂശ് ദുഷ്ടനായവനെ കൊല്ലുവാൻ ഉപയോഗിക്കുന്ന ഒന്നല്ലേ. ഇതിന്റെ വചനം കൊണ്ട് ഒരു മനുഷ്യനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, രക്ഷിക്കുവാൻ കഴിയുമോ? ഇതാണ് ഇന്ന് ലോകജ്ഞാനികൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ടെക്നോളജിയും സയൻസും പ്രൈസ് ദി ലോർഡ് നമ്മുടെ തലമണ്ടയിലേക്ക്, നമ്മുടെ ബ്രെയിൻ സെല്ലുകളിലേക്ക് പ്രൈസ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലമുറയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ക്രൂശിന്റെ വചനമാണോ കുഞ്ഞെ നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന വചനമെന്ന്. പക്ഷെ ഇന്ന് പകലിൽ ഓർക്കുക, പ്രൈസ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. അപ്പൊ ഈ ജ്ഞാനികളുടെ പേര് അവരേത് എങ്ങോട്ടാ പോകുന്നേ? നാശത്തിലേക്ക്. ഇവർ പോകുന്ന വഴി നാശത്തിലേക്ക്. എന്നാൽ വിശ്വസിക്കുന്ന, ഇതിനെ വിശ്വസിച്ച് ആ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാണ്.
ഈ ജ്ഞാനത്തെ, ഈ ലോകജ്ഞാനത്തെ തള്ളിയിട്ട് ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധാരശില, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ, ഇതാണ് എൻ്റെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി എന്നെ ഓരോ ദിനവും നടത്തുന്നതെന്ന് വിശ്വസിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുവാനിടയായിത്തീരും. ലോകത്തിലെ ജ്ഞാനികളുടെ കാര്യം താഴോട്ട് പറയുന്നുണ്ട്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. കണ്ടുകൊണ്ടിരിക്കുക ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സയൻസിലൂടെയും ടെക്നോളജിയിലൂടെയും മറ്റും കാണിച്ചു കൂട്ടുന്ന ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ എൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് പ്രൈസ് ക്രൂശിൽ വിളിച്ചു പറഞ്ഞ ശബ്ദം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ഉയർന്നു വിളങ്ങുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കിയും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ ജ്ഞാനം. താർക്കികൾ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം. അടുത്ത വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണമേ. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ആൻസർ ചെയ്യണം നമ്മൾ. ഈ ലോക സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടും നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മളെ വചനത്തിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരികയാ. Praise the Lord, hallelujah. The amount of time that we spend to understand what's going on. Praise the Lord, hallelujah. അതിന് പകരമായൊരു ദൈവപൈതൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ വചനത്തിന്റെ ശക്തി എനിക്ക് വേണമപ്പ. ഇതൊന്നും മനസ്സിലാക്കിയിട്ടോ ഇതിന്റെ പുറകെ പോയിട്ടോ എനിക്കൊന്നും ലഭിക്കാനില്ല. എനിക്ക് ലഭിക്കാനുള്ള ശക്തി ദൈവവചനത്തിന്റെ ശക്തിയാ. As long as we have that, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും ഓവർകം ചെയ്യുവാൻ ഇത് കഴിയും. പ്രശ്നത്തിലൂടെ നീ കടന്നു പോകത്തില്ലെന്നല്ല, പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകത്തില്ല, പക്ഷെ അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി എൻ്റെ കർത്താവ് എന്നിലും നിങ്ങളിലും നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ, ആ വാക്യം ശരിക്കും വായിക്കണം കേട്ടോ. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇത് പ്രസംഗിക്കുന്നവരുടെ പേരാണ് ഭോഷൻ. ലോകം നമ്മളെ വിളിക്കുന്ന പേരാ ഭോഷൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ പേര് ഭോഷൻ എന്നാണെങ്കിൽ ഐ എം എക്സ്ട്രീംലി പ്രൗഡ്. നിന്നെ ആരെന്ത് വിളിച്ചാലും, നീ എന്ത് ഭോഷനാ, എന്ത് ഭോഷത്തിലൂടെ നീ വിളിച്ചു പറയുന്നേ? ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ലേബൽ തരുമ്പം പ്രൈസ് പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞേ നീ ചെയ്യുന്നതാ, ഇതിനു വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കുന്നവന് മാത്രമേ ക്രൂശിന്റെ വചനം പ്രൈസ് ലോകത്തിന് ഭോഷത്വമായി തോന്നിയപ്പോൾ അത് ദൈവിക ജ്ഞാനമായി ഏറ്റെടുക്കുവാൻ പ്രൈസ് ലോ നമുക്ക് കഴിഞ്ഞതിൻ്റെ ഏക കാരണം ദൈവം നമുക്ക് നൽകിയ ആ ദൈവിക ജ്ഞാനത്താലാണ്. ദൈവമക്കളെ, ദൈവവചനത്തെ വിശ്വസിക്കാതെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. യൂട്യൂബിലോ അല്ലെങ്കിൽ ബുക്കുകളിലൂടെയോ നമുക്ക് ഇഷ്ടം പോലെ ലോകത്തിന്റെ ജ്ഞാനം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് സ്വായത്തമാക്കാം, കരഗതമാക്കാം. പക്ഷെ ഈ വചനം എന്നിലും നിങ്ങളിലും നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തില്ലെങ്കിൽ, ഇത് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവശക്തിയില്ല. നമുക്ക് എല്ലാ സൺഡേയിലും ഇവിടെ വരാം, എല്ലാ ഫ്രൈഡേയിലും ഹോൾ നൈറ്റിലിരിക്കാം, സാറ്റർഡേയിലും വരാം, വന്നു കേട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാറേ കയറുന്നതിന് മുമ്പ് വചനം മറക്കും. കാരണം വാതിക്ക് ഒരാൾ നിൽപ്പുണ്ട്. അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ പറയും, ഓ പുള്ളിയുടെ പ്രസംഗം നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇന്നാരില്ലായിരുന്നു. പിന്നെ സ്തോത്രം. പകൽക്കാലം പ്രിയ മകളിൽ നിന്ന് നാം കേട്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മാർത്ഥമായി
ഇനി നമ്മുടെ മുമ്പിൽ 6 മാസം ഈ 2025 എത്ര പേർ ഇന്ന് പകൽക്കാലം പറയുന്നു, എനിക്ക് ആ ദൈവശക്തി എന്നിലൊന്ന് വ്യാപരിക്കുന്നത്, ആ ദൈവശക്തി എന്നിലൊന്ന് വ്യാപരിക്കുന്നത്, ആ ദൈവശക്തി എൻ്റെ ഭവനത്തിലൊന്ന് വ്യാപരിക്കുന്നത്, ആ ദൈവശക്തി എൻ്റെ തലമുറകളിലൊന്ന് വ്യാപരിക്കുന്നത്, ആ ദൈവശക്തി എൻ്റെ സഭയിലൊന്ന് വ്യാപരിക്കുന്നത്, ആ ദൈവശക്തി പ്രൈസ് തുടങ്ങിയ യാത്ര ചെയ്യുന്ന മേഖലകളിലൊന്ന് വ്യാപരിക്കുന്നത്, ആ ദൈവശക്തി ജോലി ചെയ്യുന്ന ജോലി മേഖലകളിൽ ഒന്ന് വ്യാപരിക്കുന്നത് കാണുവാൻ അപ്പാ നിന്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുകയാ. അതിനായി നിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ മുട്ടുകളെ മടക്കുകയാ. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്കിത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, ക്രൂസിന്റെ വചനം എനിക്ക് വേണ്ടിയാണ് അങ്ങ് വിളിച്ചു പറഞ്ഞതെങ്കിൽ ആ ശക്തി എനിക്ക് വേണം. Praise the Lord. ഡബിൾ PhD ട്രിപ്പിൾ PhD ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ശക്തി നാം തിരിച്ചറിയണം. വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ പ്രൈസ് ലോർഡ് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം, ദൈവശക്തി വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ പറഞ്ഞു പോകരുതല്ലോ, പ്രാക്ടിക്കലായിട്ട് ഇത് കാണണമല്ലോ അല്ലേ. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കാൻ പോവുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. മതി. അപ്പോൾ ശമൂവേൽ, ഞാൻ തന്നെ വായിച്ച് ചില കാര്യങ്ങൾ എടുത്തോർപ്പിച്ച് വളരെ വേഗത്തിൽ നിർത്താം. പ്രൈസ് ലോർഡ് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്തായി മാറും? ദൈവശക്തിയായി മാറും. സ്തോത്രം. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പകർന്നു തന്നിട്ട് അത് ദൈവശക്തിയായി ഓട്ടോമാറ്റിക്കലി മാറുമോ എന്ന് ചോദിച്ചാൽ നമുക്കിത് നോക്കാം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അതിന് മുൻപോട്ടുള്ള ഭാഗങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ് സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. പ്രൈസ് ലോർഡ്. ഇവിടെ ശമൂവേൽ എങ്ങനെ എത്തിപ്പെട്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പൻ്റെ പ്രൈസ് ലോർഡ് സ്തോത്രം. കാളകളെയൊക്കെ നോക്കി, കഴുതുകളെയൊക്കെ നോക്കി, കാണാതെ പോയതിനെ നോക്കി വന്നിരിക്കുക. എന്തായാലും ശമൂവേലിൻ്റെ അടുക്കിലെത്തി. പ്രൈസ് ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയോ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എത്തി. പ്രൈസ് ലോർഡ് സ്തോത്രം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്തവൻ്റെ തലയിൽ ഒഴിച്ചവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വീണ അഭിഷേകത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയണം. ഒരു സാധാരണ അഭിഷേകമല്ല, എന്നിലും നിങ്ങളിലും ദൈവം പകർന്നത് നമ്മളെ അവൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇരിപ്പും നോട്ടം കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം, ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ ചെല്ലുമ്പോഴേ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ പറയുന്ന മറുപടി മാത്രം നോക്കിയാൽ നമ്മളെ തിരഞ്ഞെടുക്കുന്നെന്ന്. ഡോറ് തുറന്ന് അകത്തോട്ട് കയറുന്ന നിമിഷം മുതൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഡോറ് തുറന്ന് അകത്തോട്ട് കയറുന്ന നമ്മുടെ സ്റ്റെപ്പ്, നമ്മുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അത് മുതൽ ഹ്യൂമൻ സൈക്കോളജി കുറേ വർഷങ്ങൾ പഠിക്കുവാൻ എനിക്കിടയായി. പ്രൈസ് ദി ലോർഡ്. ആയിരക്കണക്കിന് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനിടയായി. ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ ഞാൻ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും മൗനമായിട്ടങ്ങ് പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ശമൂവേൽ തൈലം എടുത്തിട്ട് ശൗലിൻ്റെ തലയെ അഭിഷേകം ചെയ്തിട്ട് പറയുക, ഒറ്റ വർധന. ഇവൻ കഴുതയെ നോക്കി വന്നതാ. നമ്മുടെ വരവ് മുഴുവൻ കഴുതയും പശുവിനെയും ആടിനെയും ഒക്കെ നോക്കിയാ വരവ്. പക്ഷെ നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ ശക്തി, നീ എൻ്റെ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാണ്. ദൈവമക്കളെ, ഇന്ന് പകൽ നീ നിന്റെ വിഷയവുമായി ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഈ വചനം ഏറ്റെടുത്ത് പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാ. ഹല്ലേലൂയ. ആ അവകാശത്തെ വിട്ടുകൊടുക്കുവാൻ, ആ അവകാശത്തെ നഷ്ടമാക്കുവാൻ തലമുറകളെ മാറോട് ചേർത്ത് വെച്ചിട്ട് പറ, ഇത് എനിക്ക് എൻ്റെ ദൈവം തന്ന എൻ്റെ ദൈവത്തിൻ്റെ അവകാശമാ. ഇത് വിട്ടുകൊടുക്കുവാൻ, ഇതില്ലായ്മ ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ലപ്പാ. ആ ശക്തി നീ എനിക്ക് തരണം. മാനുഷികമായ അവരുടെ ചുറ്റും നമുക്ക് ഫെൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ആ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ വചനത്താലുള്ള ദൈവശക്തിയാൽ നമുക്ക് തന്ന അവകാശത്തെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറ, ഇത് എനിക്ക് നൽകിയ എൻ്റെ ദൈവത്തിൻ്റെ അവകാശമാ. ഇതിനെ ശത്രുവിന് വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാകത്തില്ല. പക്ഷെ കാഴ്ചപ്പാട് മാറണം. ഇവിടുന്ന് ഇറങ്ങി കഴുതയുടെ പുറകിന് പോയാൽ കാഴ്ചപ്പാട് കിട്ടത്തില്ല.
സ്തോത്രം. ആരാധന കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ കഴുതയെ നോക്കി പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരുമ്പോഴും കഴുതയില്ലാതെ വരുത്തേ ഉള്ളൂ. സ്തോത്രം. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോ ബെന്യാമീന്റെ അതിരിങ്കിലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്ക് വെച്ച് രണ്ടാളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. പ്രവചനം പറയുന്നത് കേട്ടോ. ശമൂവേൽ ഇങ്ങനെ പ്രവചനം പറയണ്ടേ. ശമൂവേൽ തലേദിവസം പോയി അവിടെ പോയി നോക്കി വീഡിയോ എടുത്ത് വന്ന് അപഗ്രഥിച്ച് പഠിച്ചിട്ടല്ല ഈ പ്രവചനം പറയുന്നേ. എന്ത് കൃത്യമായിട്ടാണ് പറയുന്നേ. എന്താ കാര്യം എന്നറിയാമോ? ശമൂവേലിന്റെ തലയിൽ ഈ അഭിഷേകം വീണതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയെ അറിയാതിരുന്ന, അതുവരെയും അറിയാതിരുന്ന ശമൂവേൽ ഏലി പുരോഹിതന്റെ ഭവനത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് അവനെ അഭിഷേകം ചെയ്ത് പ്രവാചകനാക്കി മാറ്റിയതാ ഈ ശമൂവേൽ. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ കാരണം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, ഹല്ലേലൂയ, നിലവിളിച്ച് മാറത്ത് നിലവിളിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ചൊരു അമ്മയ്ക്ക് ദൈവം കൊടുത്ത നന്മയാ. ഇന്ന് പകൽ നീ മനസ്സിലാക്കുക, നിന്റെ ഭവനത്തിനകത്ത് നീ നിലവിളിച്ച് അതിന് മറുപടിയായി ദൈവം തന്ന തലമുറയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ അവകാശമാ. ഈ അവകാശത്തെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് എന്റെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാധാരണ മനുഷ്യനല്ല ശൗലിന്റെ തലയിൽ കൈവച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിനെ തന്നിരിക്കുമ്പോ അങ്ങനെ തോമാച്ചന്റെ തല മുമ്പിൽ പോയല്ല തല കാണിച്ചു കൊടുക്കണ്ടേ. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവന്റെ മുൻപിൽ വേണം നിന്റെയും നിന്റെ തലമുറയുടെയും തല വായിച്ചു കൊടുക്കാൻ. അഭിഷേകം പ്രാപിച്ചവന്റെ മുൻപിൽ വേണം നിന്റെ തല കാണിച്ചു കൊടുക്കാൻ. സ്തോത്രം. അല്ലെങ്കിൽ ലോകജ്ഞാനം പ്രാപിച്ച ഒത്തിരി പേര് വരും കേട്ടോ. ഞാൻ ആ ഭാഗം വിടുന്നു. പ്രൈസ്. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കിലെ സെൽസഹിന്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, റാഹേലിന്റെ കല്ലറയ്ക്ക് വെച്ച് രണ്ടാളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അത് വായിച്ചു വന്നിട്ട് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുന്നോട്ട് ചെന്ന് ആ വാക്കിനുണ്ടല്ലോ 1000 കിലോ വെയിറ്റ് ഉണ്ട്. അവിടെ നിന്ന് നീ നമ്മളാ ഈ പ്രവചനം കേട്ടിരുന്നെങ്കിൽ ഇപ്പൊ കേട്ട ഇവര് ശൗൽ എന്തിനാ ഇറങ്ങിയേ? മറുപടി കിട്ടിയോ? ഇവിടെ മറുപടി കിട്ടിയില്ലയോ? എവിടാന്ന് എന്തോ ആന്ന് എല്ലാ കാര്യവും പറഞ്ഞല്ലോ. നമ്മളായിരുന്നെങ്കിലോ നമ്മുടെ കാര്യത്തിന് മറുപടിയായി. എൻഡ് ഓഫ് ദ സ്റ്റോറി. ഉപവാസം അവിടെ അവസാനിക്കും. 21 അന്ന് നമ്മൾ അവസാനിപ്പിക്കും. മറുപടി കിട്ടി, നമ്മൾ തിരിച്ചു പോകും. ശമൂവേൽ പറഞ്ഞു, നീ മുമ്പോട്ട് പോകണം. എന്തിനാണെന്നറിയാമോ? നിന്റെ മേൽ ഈ വീണിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, ആ ദൈവശക്തി നീ അറിയണമെങ്കിൽ, നീ പ്രാപിക്കണമെങ്കിൽ, നീ ഞാൻ ഈ പറയുന്ന അനുസരിക്കണം. ദൈവത്തിന്റെ വചനം ദൈവശക്തിയായി പരിണമിക്കണമെങ്കിൽ നമ്പർ 1 കേൾക്കണം, നമ്പർ 2 അനുസരിക്കണം. സ്തോത്രം. ഇനി ശൗൽ എന്താ ചെയ്തേ? അവിടെ നിന്ന് നീ മുൻപോട്ട് ചെന്ന് താബോറിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും, 2 ആട്ടിൻകുട്ടി 1 ആട്ടിൻകുട്ടിയും അപ്പവും പിടിച്ചോണ്ട് വരുമെന്നല്ല പറഞ്ഞത്. ഒരാള് 3 ആട്ടിൻകുട്ടി, മറ്റേയാള് 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. ദൈവത്തിന്റെ അഭിഷേകം തലയിൽ വീണവൻ ആ വാക്ക് അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോ നിനക്ക് എന്തൊക്കെയാണോ ഈ ഭൂമിയിൽ ആവശ്യം, അത് മുഴുവൻ എൻ്റെ കർത്താവ് നിന്റെ അടുക്കൽ കൊണ്ട് തരും. സ്തോത്രം. നീ ഇത് നോക്കി എങ്ങും പോകണ്ട. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ആത്മീയാർത്ഥം നിങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളുടെ മുൻപിൽ
ദൈവത്തിൽ നിലവിളിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയാം കുടുംബത്തോടൊരു ആലോചന പറയുകയാ. നിന്റെ തലമേൽ വീണത് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണെങ്കിൽ, ഈ അഭിഷേകത്തിൻ്റെ തൈലത്താൽ നിന്നിലുളവാകുന്ന ദൈവശക്തിയാൽ നീ ആ വാക്ക് കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ അതാത് സ്ഥാനങ്ങളിൽ അപ്പോയിന്റ് ചെയ്തയക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ കയ്യിൽ നീ വാങ്ങിക്കൊള്ളണം, വാങ്ങാതെ പോകണ്ട. അതിനുശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള, ഫെലിസ്ത്യരാരാ? ഇവൻ്റെ ഭയങ്കര ശത്രുക്കളാ. അവരുടെ പട്ടാളത്തിനിടയിലൂടെ നീ പോകുന്നു. നമ്മൾ കേട്ടിരുന്നേ അന്നേരം തിരിച്ചു വിട്ടേനെ. ശൗല് എവിടെ പോകുന്ന? അവൻ്റെ ശത്രുവിൻ്റെ പാളയത്തിലൂടെ എന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ പാളയത്തിൽ അതിനെ സൂക്ഷിക്കുന്ന പട്ടാളത്തിൻ്റെ നടുവിൽ നീ പോകും. അവർ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യത്തില്ല. നിന്റെ മേൽ വീണത് അഭിഷേകത്തിൻ്റെ തൈലമാണെങ്കിൽ, അതിലൂടെ നിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിൽ, നീ ശത്രുവിൻ്റെ പാളയത്തിലൂടെ കയറി ഇറങ്ങിപ്പോയാലും ഒരു ശത്രുവിനെ നിന്നെ തൊടുവാൻ അധികാരമില്ല, അവകാശമില്ല. ഈ നാളുകളിൽ ദൈവജനത്തെ ഭയപ്പെടുത്തുന്ന ആലോചനകൾ കാതുകളിലെത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവരുടെ മുൻപിൽ ചെല്ലുമ്പോൾ അതുകെട്ട് ഭയചകിതരായി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യാതൊരു രോഗവുമില്ലാതിരുന്നവർ അടുത്ത ദിവസം മുതൽ രോഗികളായി മാറുന്ന അവസ്ഥയിലേക്ക് ജനം വീണു പോകുമ്പോൾ, ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ തലമേൽ വീണത് അഭിഷേക തൈലമാണെങ്കിൽ, അതിന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവശക്തി എന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിലോ, ശത്രുവിന്റെ പാളയത്തിലൂടെ നിന്നെ ദൈവം നടത്തുവാൻ വിശ്വസ്തന. കാരണം ഈ പാളയത്തിലൂടെ നടന്നു ചെല്ലുമ്പോഴാ, പ്രൈസ് ദി ലോർഡ്, അടുത്തത് എന്താണെന്നറിയാമോ? നീ ആ പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമോ? നീ അതുവഴി പോവും. പട്ടണത്തിൽ കടക്കുമ്പോൾ മുൻപിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിറങ്ങി വരുന്ന ഒരു പ്രവാചകണത്തെ കാണും. ബൈബിൾ കോളേജ് കഴിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ബൈബിൾ കോളേജിലെ പ്രവാചകന്മാരെല്ലാം അവിടെ ഇറങ്ങി വരികയാ. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാ. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോട് നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കും. ഇതിനു മുമ്പ് 2 കൂട്ടർ വന്നായിരുന്നല്ലേ? 3 കൂട്ടർ വന്നു. ഒന്ന് കഴുതയുടെ കാര്യം പറയാൻ വന്നൊരു കൂട്ടർ വന്നു. 2 പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, 3 പേര് അപ്പോൾ വീഞ്ഞും ഒക്കെ ആയി വന്നു. പ്രൈസ് ദി ലോർഡ്. അവരിൽ നിന്ന് അപ്പോൾ ഒക്കെ വാങ്ങിക്കഴിച്ച് മുൻപോട്ട് പോകുമ്പോൾ ശത്രുപാളയത്തിലൂടെ കയറി ഇറങ്ങേണ്ടി വന്നു. ഇവിടെ എവിടെയെങ്കിലും ശൗല് പ്രവചിച്ചോ? സ്തോത്രം. ദൈവം നിന്നെ ചില സ്ഥാനങ്ങളിൽ, ചില സമയങ്ങളിലാക്കി വെക്കും. നിന്റെ മേൽ ചില ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിക്കും. ആ സമയത്ത് നീ ആ ശുശ്രൂഷ ചെയ്താൽ മതി. നിന്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ശക്തി, നിന്റെ മേലുള്ള ദൈവശക്തി കർത്താവ് വെളിപ്പെടുത്തും. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയം വൈകിയിട്ടില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, സമയം വൈകിയിട്ടില്ല. നിന്റെ മേൽ പകർന്നത് അഭിഷേകത്തിന്റെ തൈലമെങ്കിൽ, അതിന്റെ ശക്തിയാൽ അതിനെ അനുസരിച്ച് നീ മുൻപോട്ട് പോകുമെങ്കിൽ, ഹല്ലേലൂയ, നിനക്കെതിരായി ഇതാ ഒരു പ്രവാചക ഗണത്തെ ഞാൻ അയക്കുകയാ. സ്തോത്രം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് പ്രവചിക്കും. ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ആൾ മാറിയതുപോലെ നീ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ഇത്ര അടയാളങ്ങളൊക്കെ കണ്ടപ്പോൾ യുക്തമെന്ന് ആ വാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റാ. ഈ 3 സ്ഥലങ്ങളിലും നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് നിനക്ക് ചെയ്യാം. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? ശമൂവേൽ പ്രവചിച്ച് പറയുക, നിനക്ക് യുക്തമെന്ന് തോന്നി ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ആരെയും കൈയും കാലും പിടിച്ചു കെട്ടിട്ട് തിങ്കളാഴ്ച ഇത് ചെയ്യണം, ചൊവ്വാഴ്ച ഇത് ചെയ്യണം, ബുധനാഴ്ച ഇത് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു വിടുന്നുണ്ടോ? വചനം പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ഏറ്റെടുക്കുക, ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോടുകൂടെയുണ്ട്. താഴോട്ട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എല്ലാ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ 9ാമത്തെ വാക്യം, അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ
ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ദൈവശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കണമെങ്കിൽ ഇന്ന് പകലിൽ നാം നിലവിളിക്കേണ്ടത്, കരയേണ്ടത്, നമുക്കൊരു പുതിയ ഹൃദയം, വേറൊരു ഹൃദയം. ഈ ഹൃദയം വെച്ചോണ്ട് ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ ആ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഇത് പറയാനുള്ള കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വേദഭാഗത്തേക്ക് എങ്ങും പോകുന്നില്ല. നിങ്ങളുടെ ഇടയിലുള്ള പല കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഹൃദയം കൊണ്ട് ദൈവശക്തിക്ക് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഈ വചനം എന്നോടാ. അനേക വേദഭാഗങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ കടന്നുപോയി. എന്നാൽ ഇന്നലെ പ്രഭാതം ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു വേദഭാഗമാ, കുഞ്ഞെ, നിനക്ക് ഒരു പുതിയ ഹൃദയം അത്യന്താപേക്ഷിതമാ. എന്തിനാ കാര്യമെന്നറിയാമോ? ഇങ്ങനെ അങ്ങ് പോകാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടണമെങ്കിൽ, ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിന്നിൽ ദൈവശക്തിയായി പരിണമിക്കണമെങ്കിൽ നിനക്ക് ഒരു പുതിയ ഹൃദയം വേണം. നമ്മളിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ദാവീദ് അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചേ? നിർമ്മലമായ ഒരു ഹൃദയം നീ എനിക്ക് തരണം. ഇത് തന്നെങ്കിൽ മാത്രമേ ദൈവശക്തി വ്യാപരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിന്റെ മേൽ വീണ അഭിഷേകത്തിൻ്റെ തൈലം ദൈവശക്തിയായി പരിണമിക്കത്തുള്ളൂ. ആരെങ്കിലും തലയിൽ കൈവച്ചത് കൊണ്ടോ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, വചനം ദൈവശക്തിയായി പരിണമിക്കത്തില്ല. വചനം ദൈവശക്തിയായി പരിണമിക്കണമെങ്കിൽ ഒന്ന്, നിനക്ക് പുതിയൊരു ഹൃദയം വേണം. ഈ ഹൃദയത്തിലേക്ക് വേണം നീ വചനം ഉൾക്കൊള്ളുവാൻ. ഈ ഹൃദയത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ വചനത്തെ നീ അനുസരിച്ച് ഹല്ലേലൂയ, ദൈവം നിന്നോട് അരുളി ചെയ്യുന്ന ആലോചനയ്ക്ക് ഹല്ലേലൂയ ചുവടുകൾ നീ എടുത്തു വെക്കുമ്പോൾ, 10ാമത്തെ വാക്യം അന്ന് പറഞ്ഞു കേട്ടോ, ഈ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ABCDE അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ നാളുകൾ ദൈവാത്മാവ് നമ്മളോട് അറിയിച്ച ദൈവിക ആലോചനകൾ ജീവിതത്തിൽ അതേപടി നിവർത്തീകരിക്കപ്പെട്ടിട്ടുള്ള എത്ര പേരുണ്ട് ദൈവസന്നിധിയിൽ? ദൈവാത്മാവ് നമ്മളോട് വചനത്തിലൂടെ അറിയിച്ച ദൈവിക അരുളപ്പാടുകൾ അതേപടി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറപ്പാ, എനിക്കൊരു പുതിയ ഹൃദയം വേണം. കാരണം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മൾ ഹല്ലേലൂയ ലോകജ്ഞാനത്തിന് ഭോഷത്വമായി തോന്നിയതിനെ നമ്മൾ ഏറ്റെടുത്തത് കൊണ്ടാ, നമ്മൾ മാറോട് ചേർത്ത് വെച്ചത് കൊണ്ടാ. നമ്മുടെ ഡിഗ്രികളോ പദവികളോ ഒന്നും നമുക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നെ എൻ്റെ കർത്താവ് ആ കാൽവറിയിൽ കിടന്നുകൊണ്ട് എന്നെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ടാ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് അവൻ്റെ വചനവുമായി ഇവിടെ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ കുടുംബ മഹിമകളോ എൻ്റെ ഡിഗ്രികളോ പണമോ പ്രതാപമോ അല്ല. എൻ്റെ കർത്താവ് എന്നെ ഓർത്തത് കൊണ്ട്, എന്നിൽ പകർന്ന ദൈവശക്തി. പക്ഷെ അതുകൊണ്ട് എന്തേലും ചെയ്യണം. 10ാം വാക്യം, അവർ അവിടെ ഗിരിയിങ്കലെത്തിയപ്പോൾ ഒരു ഇനിയും ഇത് ഇത്രയും ശമൂവേലിനോട് പറഞ്ഞ കാര്യങ്ങളും ഇനി അടുത്തത് 10ാമത്തെ വാക്യം, അവർ അവിടെ ഗിരിയിങ്കലെത്തിയപ്പോൾ ഒരു പ്രവാചകനും ഇതാ അവനെ എതിരെ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. എൻ്റെ കുഞ്ഞെ, നീ ഗിരിയിങ്കൽ വരെ വരാതെ ഇത് സംഭവിക്കത്തില്ല. നീ ഗിരിയിങ്കൽ വരെ വരാതെ വീട്ടിലിരുന്ന് സൂമിനകത്ത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പ്രവാചകണത്തിൻ്റെ കൂടെ നിന്ന് പ്രവചിക്കാനൊക്കത്തില്ല. ദൈവാത്മാവ് ഓർപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഫ്രൈഡേ നൈറ്റിലെ പ്രയറിന് വന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എൻ്റെ പാസ്റ്റപ്പച്ചനും എൻ്റെ പ്രിയപ്പെട്ടവളും കണ്ടു ഞാൻ ഉറങ്ങി തൂങ്ങുന്നേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത്ര ക്ഷീണമായിരുന്നു. പക്ഷേ എന്നാലും ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഒരല്പസമയം കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നിൻ്റെ ആയുസ്സിൽ നിനക്ക് സമയമുണ്ടെങ്കിൽ, നിൻ്റെ കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ, നിൻ്റെ കണ്ണുകൾ നിനക്ക് തുറക്കാൻ കഴിയുന്നെങ്കിൽ, നിന്റെ കാതുകൾക്ക് നിനക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ, നിനക്കൊരല്പം സമയമുണ്ടെങ്കിൽ നീ അവൻ്റെ സന്നിധിയിൽ ഒന്ന് വന്നിരിക്കുക. നിന്റെ മേൽ പകരപ്പെടുന്നൊരു അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ടോ? നീ ഈ ഗിരിയിങ്കൽ വരാത്ത കാലത്തോളം പ്രവാചകഗണത്തോടുകൂടെ നിനക്ക് ആരാധിക്കാൻ കഴിയത്തില്ല.
പ്രൈസ് ദി ലോർഡ്. എവിടെ വേണേലും പോകാം. 3 പേരുടെ കൂടെ ചേർന്ന് നിന്ന് നിനക്ക് നിൽക്കാമായിരുന്നു. അവർ നിന്ന് അപ്പവും വീഞ്ഞും കുടിച്ച് നിനക്ക് പോകാമായിരുന്നു. കഴുതയെ കണ്ടുകിട്ടി എന്ന വാർത്ത കേട്ട്, അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന വാർത്ത കേട്ട് നിനക്ക് മടങ്ങി പോകാമായിരുന്നു. പക്ഷെ നിന്നെ ഗിരിയെങ്കിൽ കൊണ്ടുവന്നത് വെറുതെയല്ല. ഈ പ്രവാചകണത്തോടുകൂടെ നിന്നെ ഒരു പ്രവാചകനായി അഭിഷേകം ചെയ്യുവാനാ. നിന്റെ തലമേൽ വീണ അഭിഷേകം ദൈവത്തിന്റെ അവകാശത്തിന്റെ അക്ഷരമായി നിനക്ക് നൽകുമ്പോൾ, നിന്നെ രാജാവായിട്ടാണ് അഭിഷേകം ചെയ്തതെങ്കിലോ, അതിനു മുൻപായി നീ ഒരു പ്രവാചകനാകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാ. ഇന്ന് പകലിലോ ദൈവം നിന്റെ മേൽ ഹല്ലേലൂയ വാരിച്ചോരി നൽകുന്ന ചില നന്മകളുണ്ട്. ആ നന്മകളുടെ പുറകെ മാത്രമല്ല നിന്റെ ഓട്ടം. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, നിന്നെ ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മേലും നിന്റെ മേലുമുള്ള ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ നീ തിരിച്ചറിയുമോ? എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. അവൻ്റെ മേൽ വന്നു, അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുൻപ് അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നു കണ്ടപ്പോ കീശിന്റെ മകന് എന്തു സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. ഞാനിന്ന് പ്രിയ സോംചാന് ഞാനിവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ പഴയ സോമു തന്നെയാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ നോക്കി അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കീശിന്റെ മകന് ശൗലാണോ ഇവൻ? എന്നെയും നിങ്ങളെ നോക്കി അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവൻ തന്നെയല്ലേ ആ കുളക്കരയിൽ കിടന്ന്? ഇവൻ തന്നെയല്ലേ 2 കൈയും നീട്ടി ഭിക്ഷയാചിച്ചവൻ? ഇവൻ തന്നെയല്ലേ ഒരൊറ്റ മുണ്ടും ഒരു ഉടുപ്പും ഇട്ടുകൊണ്ട് ഒരാഴ്ച മുഴുവൻ, ഒരു മാസം മുഴുവൻ സ്കൂളിന്റെ വരാന്തകൾ കയറി ഇറങ്ങി നടന്നവൻ? ഇന്ന് പകൽ നിന്റെ മേൽ പകരപ്പെട്ട ഭൗമിക നന്മകളുടെ മാത്രം പുറകെ പോകുവാനിടയാകാതെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ നീ തിരിച്ചറിയുമെങ്കിൽ, അനേകർ നിന്നെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ തന്നെയല്ലേ ആ കീശിന്റെ മകൻ? എന്നാൽ ശൗലിന് പറയുവാൻ ഒരു വാക്കുണ്ട്, ഞാൻ കീശിന്റെ മകനാ, പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാ. നിന്റെ ടൈറ്റിൽ മാറ്റുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ ലേബൽ മാറ്റുവാൻ എൻ്റെ വാത്സല്യ യൗവനക്കാർ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, കുഞ്ഞെ, നിന്റെ ലേബൽ മാറ്റുവാൻ, നിന്റെ ലേബൽ മാറ്റുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് ഇന്ന് വരെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ ലേബൽ മാറ്റുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാ. നിനക്ക് കീശിന്റെ മകൻ എന്ന് പേര് പറഞ്ഞ് നടക്കാനാണെങ്കിൽ അങ്ങനെയാകാം. പക്ഷെ ഇന്ന് പകലിൽ നിന്റെ പേര് ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രഭു. ഇതാർക്ക് ലഭിക്കും? ഈ വചനം അനേകർക്ക് ഭോഷത്വമായി തോന്നുമ്പോൾ പറയുവാൻ കഴിയട്ടെ, ഈ വചനമാണ് എന്നെ ഇത്രത്തോളം നടത്തിയത്. ഈ വചനത്തിൻ്റെ ശക്തിയാ എന്നെ മാറ്റിമറിച്ചത്. എനിക്ക് ആ ശക്തി വേണം, എനിക്ക് ആ ശക്തി വേണം. ഇന്നു മുതൽ എത്ര പേർ കരയും? ദൈവസ്ഥലം എത്ര പേർ കരയും? എത്ര പേർ നിലവിളിക്കും? സെക്കൻഡ് ഹാഫ് ഓഫ് 2025 നമുക്ക് ദൈവത്തോട് കരയാം, നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. അപ്പൊ ആ ദൈവശക്തി എന്നിൽ വെളിപ്പെടുവാൻ നിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുക. ഐ നീഡ് എ ന്യൂ ഹാർട്ട്. അനുസരിക്കാൻ ഞാൻ തയ്യാറാ, അനുസരിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങെന്ത് പറയുന്നോ, അങ്ങെന്ത് പറയുന്നോ? ദൈവമക്കളെ, നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയ പലതും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ പലതും എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷെ ദൈവാത്മാ പറയുന്നു, ലിസൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ആ ശക്തിക്ക് വേണ്ടി ദൈവസങ്ങൾക്ക് അറിയാം, പ്രാർത്ഥിക്കാം. ഈ വചനം ദൈവശക്തിയായി പരിണമിക്കുവാൻ നമുക്ക് മുൻപോട്ടുള്ള യാത്രയിൽ ദൈവസങ്ങൾക്ക് കരച്ചിലോടെ പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടോ. സമയം വെച്ച് കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.